ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതായത് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. നമുക്കിനി ആവറേജസിൽ ഒരു ആവറേജ് കൂടി പഠിക്കാനുണ്ട്. അതായത് ആവറേജസിൽ ലാസ്റ്റ് കാറ്റഗറി, ദാറ്റ് ഈസ് മോഡ്. അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവറേജസ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അതിൽ മീനും മീഡിയനുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും മീനും മീഡിയനും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. സംശയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ആവറേജ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് മോഡ്. എന്താണ് മോഡ്? അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ മീനും മീഡിയനും ചെയ്ത മാതിരി ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്ക്രീറ്റിൽ എങ്ങനെ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് മോഡ്. എന്താണ് മോഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറയാം. ഇൻ സിമ്പിൾ, മോഡ് ഈസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. ഇൻ സിമ്പിൾ, മോഡ് ഈസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന, അതായത് നമുക്ക് തന്ന ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ നമുക്ക് തന്ന വാല്യൂസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെയാണ് നമ്മൾ മോഡൽ വാല്യൂ എന്ന് പറയുന്നത്. That is, the value which occurs most frequently is called mode അല്ലെങ്കിൽ model value. Mode is the value of that item which occurs most frequently than all other items. അപ്പോൾ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ നമ്മൾ മോഡൽ വാല്യൂ അല്ലെങ്കിൽ സിംപ്ലി മോഡ് എന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് കുറേ എക്സ് വാല്യൂസ് തരും. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നമുക്കറിയാം എക്സ് വാല്യൂസാണ് നമുക്ക് തരാം. ആ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ വാല്യൂസ് റിപ്പീറ്റഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ പെർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? മോഡൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ മോഡ്? മോഡ് ഈസ് ദ വാല്യൂ which occurs most frequently than all other items. Okay students, ഇനി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് പോവുകയാണ്. അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. കാൽക്കുലേഷൻ ഓഫ് മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് വളരെ എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫ്രീക്വൻസീസ് ഉണ്ടാവില്ല. ഐറ്റംസ് ആർ ലിസ്റ്റഡ് സിംഗ്ലി അല്ലെങ്കിൽ 1 by 1 നമുക്കറിയാം. ഫ്രീക്വൻസി ഇല്ലാത്ത ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ അല്ലെങ്കിൽ സീരീസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. അത്തരം സീരീസിൽ നമ്മൾ എങ്ങനെ മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? വളരെ എളുപ്പം, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് നമ്മൾ നോക്കും. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതിന് നമ്മൾ മോഡൽ വാല്യൂ എന്ന് പറയുന്നു, അല്ലേ? പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാ നോക്കുക, അതിനാണ് നമ്മൾ മോഡൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് പറയാം, ശ്രദ്ധിക്കും. ഫോർ ഡിറ്റർമിനിങ് മോഡ്, കൗണ്ട് ദ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ദ വേരിയസ് വാല്യൂസ് റിപ്പീറ്റ് ദംസെൽവ്സ് ആൻഡ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇസ് ദ മോഡൽ വാല്യൂ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫോർ ഡിറ്റർമിനിങ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ദ വേരിയസ് വാല്യൂസ് റിപ്പീറ്റ് ദംസെൽവ്സ്. തന്നിരിക്കുന്ന ഓരോ എക്സ് വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ ഇറ്റ് ഈസ് ദ മോഡൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്.
അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസും നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ ഫോർ ഫെസിലിറ്റേറ്റ് കൗണ്ടിങ് വി ഹാവ് ടു പ്രിപ്പയർ എ കോളം ഫോർ ടാലി ബാർ. ടാലി ബാർ നമ്മൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു. കുറേ വാല്യൂസ് തരും, അത് ഓരോന്നും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്താൽ ഒരു ബാർ ഇടും, 2 തവണ റിപ്പീറ്റ് ചെയ്താൽ ഒരു ബാറും കൂടി ഇടും, 3 തവണ റിപ്പീറ്റ് ചെയ്താൽ 3ാമത്തെ ബാർ, 4 തവണ റിപ്പീറ്റ് ചെയ്താൽ 4ാമത്തെ ബാർ, പിന്നെ 5ാമത്തെ തവണയും റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു ക്രോസ് ബാറാണ് ഇടുക. കാരണം നമുക്ക് കൗണ്ടിങ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 4 എണ്ണം ആയി കഴിഞ്ഞാൽ ക്രോസ് ബാർ ഇടണം. അപ്പോൾ 5 എണ്ണം ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അപ്പോൾ 5 എണ്ണത്തിൻ്റെ സെറ്റ്, അടുത്ത 5 എണ്ണത്തിൻ്റെ സെറ്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3 കോളം പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടി? ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എഴുതും, പിന്നെ ടാലി ബാർ എന്ന് പറഞ്ഞൊരു കോളം. ആ ടാലി ബാറാണ് ഇപ്പോൾ ഒരു വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പോൾ 2 ബാർ ഇടും. ആ 2 എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് ഫ്രീക്വൻസി എന്ന് നമുക്കറിയാമല്ലോ, റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 3 കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാനുള്ള കോളം, രണ്ടാമത് ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാലി ബാർ എന്ന് പറയുന്ന കോളം. ആ ടാലി ബാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ടാലി ബാറിലുള്ള ബാറിൻ്റെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്യുക. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതാണ് 3ാമത്തെ കോളം, ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഫൈൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് വാല്യൂ ആണ് തന്നിട്ടുള്ളത്, വാല്യൂസ് തന്നിട്ടുണ്ട്. വാല്യൂസ് ഞാൻ വായിക്കാം. 110, 120, 130, 120, 110, 140, 130, 120, 140, 120. അപ്പോൾ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. എത്ര വാല്യൂസ് തന്നിട്ടുണ്ട്? 2, 4, 6, 8, 10 വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വാല്യൂസ് 110, 120, 130, 120, 110, 140, 130, 120, 140, 120. ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോഡൽ വാല്യൂ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഏത് വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്നതാണ് മോഡൽ വാല്യൂ എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കോളം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ താഴെ 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം വാല്യൂസ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാനുള്ള ഒരു കോളം. രണ്ടാമത്തെ കോളം ടാലി ബാർ എന്ന് പറയുന്ന ഒരു കോളം. ലാസ്റ്റ് കോളം ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, 3 കോളം പ്രൊവൈഡ് ചെയ്യുക. വാല്യൂ, ടാലി ബാർ, ഫ്രീക്വൻസി. ഇനി വാല്യൂസിൽ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതണം. തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന 10 വാല്യൂസാണ്. ആ 10 വാല്യൂസ് എടുത്ത് എഴുതല്ല ചെയ്യേണ്ടത്. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം എഴുതുക. തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് ആദ്യം എഴുതുക. 110. തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത് 110 ആണ്. പിന്നെ നെക്സ്റ്റ് ഹയസ്റ്റ് ഏതാ നോക്കുക. നെക്സ്റ്റ് ഹയസ്റ്റ് ഏതാ? 120 ആണ്. നെക്സ്റ്റ് ഹയസ്റ്റ് ഏതാ നോക്കുക? 130 ആണ്. നെക്സ്റ്റ് ഹയസ്റ്റ് ഏതാ നോക്കുക? 140 ആണ്. ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സെയിം വാല്യൂസ് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ മുതൽ ഹയസ്റ്റ് വാല്യൂ വരെ നമ്മൾ എഴുതാണ് ചെയ്യുന്നത്. അതാണ് വാല്യൂസിൽ എഴുതേണ്ടത്. ഇല്ല തന്നിരിക്കുന്ന വാല്യൂസ് മുഴുവൻ എടുത്ത് എഴുതുകയല്ല ചെയ്യുക. 10 വാല്യൂസാണ് ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള 10 വാല്യൂസും താഴത്തേക്ക് എടുത്ത് എഴുതല്ല നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എഴുതി ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 110 ആണ്. പിന്നത്തെ ഹയസ്റ്റ് വാല്യൂ നോക്കുന്നു. 110 കഴിഞ്ഞാൽ പിന്നത്തെ ഹയസ്റ്റ് വാല്യൂ 120 ആണ്. പിന്നെ ഹയസ്റ്റ് വാല്യൂ 130 ആണ്. പിന്നത്തെ ഹയസ്റ്റ് വാല്യൂ 140 ആണ്. ഇത്രയേ ഉള്ളൂ. ഈ 4 വാല്യൂസേ ഉള്ളൂ ആക്ച്വലി. ആ 4 വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10 വാല്യൂസ് ആയത്. അപ്പോൾ എഴുതിയത് മനസ്സിലായോ? സ്മോളസ്റ്റ് വാല്യൂ മുതൽക്ക് ഹയസ്റ്റ് വാല്യൂ വരെയാണ് നമ്മൾ ആ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടാലി ബാർ എന്ന് പറഞ്ഞ കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 110 ആണ്. 110 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കുക. അപ്പോൾ നമ്മളത് കൗണ്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസ് 110 വാല്യൂ നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 110 നോക്കൂ. ഫസ്റ്റ് 110 ആണ്. പിന്നെ ഒരു തവണയും കൂടെ 110 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാലി ബാർ 2 ടാലി ബാർ ഇടുക. 2 ബാർ വരയ്ക്കുക. അപ്പോൾ ഫ്രീക്വൻസി എത്ര? നമ്മളിത് 2. ആ ബാറിൻ്റെ എണ്ണാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അറിയാം, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത വാല്യൂ 120. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കാം. 120 1, 2, 3, 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം 4 ബാർ നമ്മൾ ഇടും, അല്ലെ? 4 വര, 4 ബാർ, അല്ലെ? വെർട്ടിക്കലായിട്ടുള്ള 4 ബാർ നമ്മൾ ഇടും. അതിനാണ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ബാർ, അല്ലെ? നമ്മൾ ബാറായിട്ട് ഇടുന്നതാണ് ചെയ്യുന്നത്. ദെൻ അതപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? 4 എന്ന് എഴുതും.
പിന്നത്തെ വാല്യൂ 130 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കൂ. 130 നമുക്കറിയാം 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബാർ ഇടുക, ഫ്രീക്വൻസിയുടെ കോളത്തിൽ 2 എന്ന് എഴുതുക. then നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 140 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കൂ. 140 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബാർ ഇടുക, അതിൻ്റെ ഫ്രീക്വൻസിയുടെ കോളത്തിൽ 2 എന്ന് എഴുതുക. അപ്പോൾ ആ ഫ്രീക്വൻസി കോളം നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് എത്ര? 4 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. അത് 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഏത് വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 120. അപ്പോൾ 4 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഒന്ന് റൗണ്ട് ചെയ്തിടുക, വാല്യൂവിൽ 120 എന്ന് പറയുന്ന വാല്യൂ റൗണ്ട് ചെയ്തിടുക. അപ്പോൾ മോഡ് ഈക്വൽ ടു എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ? അപ്പോൾ 120 എന്ന വാല്യൂ ആണ് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതിനെയാണ് മോഡൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഈക്വൽ ടു 120. ഓക്കെ സ്റ്റുഡൻസ്, മനസ്സിലായോ? ഇthen നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കൂ. ഫൈൻഡ് മോഡ്. വാല്യൂസ് വായിക്കാം. 23, 23, 35, 35, then 28, then 42, 62, 53, 35, 28, 42, 35, 23, 42 and 35. ഇത്രയാണ് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം വാല്യൂസ്, സെക്കൻഡ് കോളം ടാലി ബാർ, തേർഡ് കോളം ഫ്രീക്വൻസി. ഇനി വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതണം. എത്ര വാല്യൂ ഉണ്ട് മൊത്തം? 2, 4, 6, 8, 10, 12, 13 വാല്യൂസ് ഉണ്ട് മൊത്തം. ആ 13 വാല്യൂസ് എടുത്ത് എഴുതുക. എല്ലാം നമ്മൾ ചെയ്യേണ്ട അറിയാലോ. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആദ്യം എഴുതുക. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 23 ആണ്. പിന്നത്തെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 23 കഴിഞ്ഞാൽ പിന്നെ തന്നിരിക്കുന്നതിൽ 28 ആണ്. പിന്നെ അടുത്തത് 28 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹയസ്റ്റ് വാല്യൂ തന്നെ 35 ആണ്. 35 കഴിഞ്ഞാൽ പിന്നെ ഹയസ്റ്റ് വാല്യൂ 42 ആണ്. 42 കഴിഞ്ഞാൽ പിന്നെ ഹയസ്റ്റ് വാല്യൂ 53 ആണ്. പിന്നത്തെ ഹയസ്റ്റ് വാല്യൂ 62 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് 1 by 1 ആയിട്ട് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതും. ദെൻ അടുത്ത കോളം ടാലി ബാർ ആണ്. ടാലി ബാർ എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ടാലി ബാർ വരയ്ക്കണം. അതെങ്ങനെയാണ് വരയ്ക്കുക? 23 എന്ന് പറയുന്ന വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബാർ ഇടുക, ഫ്രീക്വൻസിയുടെ കോളത്തിൽ 2 എന്ന് എഴുതാം. പിന്നെ അടുത്ത വാല്യൂ 28 ആണ്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 28 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാലി ബാറിൽ 2 ബാർ ഇടുക, ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളത്തിൽ 2 എന്ന് എഴുതാം. ദെൻ അടുത്ത വാല്യൂ 35 ആണ്. 35 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ബാർ ഇടുക, ഫ്രീക്വൻസിയുടെ കോളത്തിൽ 4 എന്ന് എഴുതാം. പിന്നത്തെ വാല്യൂ 42 ആണ്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 42 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ബാർ ഇടുക, ദെൻ ഫ്രീക്വൻസിയുടെ കോളത്തിൽ 3 എന്ന് എഴുതാം. ദെൻ 53 ആണ് അടുത്ത വാല്യൂ. ഒറ്റ തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ബാർ മാത്രം ഫ്രീക്വൻസിയുടെ കോളത്തിൽ 1 എന്ന് എഴുതുക. 62 ആണ് ലാസ്റ്റ് വാല്യൂ. അതും 1 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ കോളത്തിൽ 1 എന്ന് എഴുതുക. അപ്പോൾ ഫ്രീക്വൻസി കോളം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 4 ആണ്. അത് ഏത് വാല്യൂ ആണ്? 35 ആണ് വാല്യൂ. അപ്പോൾ മോഡ് ഈക്വൽ ടു എത്രയായിരിക്കും? 35 ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വന്നിട്ടുണ്ടാവാം. എന്താണ് സംശയം? ഇപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് മോഡൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണല്ലോ മോഡൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ വാല്യൂസും ഓരോ തവണ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മോഡൽ വാല്യൂ ഏതായിരിക്കും? അതെന്താണ്? അതെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത എക്സാമ്പിളായിട്ട് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കൂ. ഫൈൻഡ് മോഡ്. വാല്യൂസ് തന്നിട്ടുള്ളത് 40, 25, 60, 35, 81, 75, 90, 10. വാല്യൂസ് വായിക്കാം. 40, 25, 60, 35, 81, 75, 90, 10. ഫൈൻഡ് മോഡ്. അപ്പോൾ എങ്ങനെ ഇതിൽ മോഡ് കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് മോഡൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിൽ ഒരു വാല്യൂവും ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചിട്ടില്ല. 40 എവിടെയും ആവർത്തിച്ചില്ല, ഒറ്റ തവണയുള്ളൂ. 25 ഒറ്റ തവണയുള്ളൂ. 60 ഒറ്റ തവണയുള്ളൂ. 35 ഒരു തവണയുള്ളൂ. 81 ഒരു തവണ. 75, 90, 10 ഇതെല്ലാം ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ എന്താണ് മോഡൽ വാല്യൂ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എങ്കിൽ നമ്മൾ പറയാം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയാം മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്നാണ്. നിർവചിക്കാൻ പറ്റാത്തതാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. പക്ഷെ അങ്ങനെ എഴുതി വെച്ചാൽ പോരാ. ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ മോഡ് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മോഡ് കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുല തന്നെ പറയുന്നുണ്ട്.
So if mode is ill-defined, mode is equal to 3 median minus 2 mean എന്നാണ് ഫോർമുല. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇഫ് മോഡ് ഈസ് ill-defined, മോഡ് ഈസ് equal to 3 median minus 2 mean. 3 മീഡിയൻ കണ്ടുപിടിച്ച് അതുകൊണ്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് മീൻ കണ്ടുപിടിച്ച് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറുകൾ തമ്മിൽ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? മോഡൽ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. എന്നാലേ നമുക്ക് മോഡ് ഇൽ-ഡിഫൈൻഡ് ആണെങ്കിൽ മോഡൽ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മോഡ് ഈസ് ഇൽ-ഡിഫൈൻഡ് എന്നാണ് പറയുക. അതായത് ഒരു വാല്യൂവും ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത്തരം സിറ്റുവേഷനിലാണ് മോഡ് ഈസ് ഇൽ-ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, മനസ്സിലായോ പറഞ്ഞത്? In this question, mode is ill-defined. So mode is calculated by applying the following formula. Mode is equal to 3 median minus 2 mean. അപ്പോൾ നമ്മൾ ആദ്യം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം, അല്ലേ? അതറിയാത്ത കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വളരെ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അറേഞ്ച് ദ ഗിവൺ ഡാറ്റ ഇൻ ദയർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കയറി പോകുന്ന സിസ്റ്റമാണ്. ഏറ്റവും ചെറിയ വാല്യൂ തുടങ്ങി ഏറ്റവും വലിയ വാല്യൂവിലേക്ക് എത്തിപ്പെടുന്ന ഒരു സിസ്റ്റമാണ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 10, പിന്നെ 25, പിന്നെ 35, പിന്നെ 40, പിന്നെ 60, പിന്നെ 75, പിന്നെ 81, പിന്നെ 90. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്നുകൊണ്ട് ആ ഓർഡറിൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ഫോർമുല ഓർമ്മ ഉണ്ടോ? മീഡിയൻ്റെ ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം. n+1 n എന്ന് പറഞ്ഞാൽ എത്ര? n എത്രയാണ്? ഇൻഡിവിജ്വൽ സീരീസിൽ n കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 വാല്യൂസ് ആണ്. അപ്പോൾ 8+1 ഡിവൈഡഡ് ബൈ 2 ഈസിക്കൽ ടു 9/2 ഈസിക്കൽ ടു സൈസ് ഓഫ് 4.5th ഐറ്റം എന്ന് കിട്ടി. അപ്പോൾ സൈസ് ഓഫ് 4.5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? സൈസ് ഓഫ് 4th ഐറ്റം പ്ലസ് സൈസ് ഓഫ് 5th ഐറ്റം ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ പറഞ്ഞത്. 4.5 ആണ്, അല്ലേ? 4.5 എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഐറ്റവും 5ാമത്തെ ഐറ്റവും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണ് 4.5 എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് 4.5th ഐറ്റം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 4th ഐറ്റം പ്ലസ് സൈസ് ഓഫ് 5th ഐറ്റം ഡിവൈഡഡ് ബൈ 2. 4th ഐറ്റം ഏതാ? സൈസ് ഓഫ് 4th ഐറ്റം നോക്കൂ. അറേഞ്ച് ചെയ്തതിൽ 4ാമത്തെ വാല്യൂ ഏതാ? 1, 2, 3, 4, 40 ആണ് 4ാമത്തെ വാല്യൂ. പിന്നെ 5ാമത്തെ വാല്യൂ ഏതാണ്? 60 ആണ്. അപ്പോൾ 40 + 60 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 100/2 ഈസ് ഈക്വൽ ടു 50. അപ്പോൾ മീഡിയൻ കിട്ടി 50 ആണ്. 3 മീഡിയനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 × 50, 3 മീഡിയൻ ഈസ് ഈക്വൽ ടു 3 × 50 150. അപ്പം മീഡിയൻ കിട്ടി. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? x⁻ = σx/n എന്നാണ്, അല്ലേ? മീൻ = σx/n. അപ്പം മീനും മീഡിയനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം പഠിച്ചാലേ നമുക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മീൻ = σx/n. അപ്പോൾ നമ്മൾ σx കാൽക്കുലേറ്റ് ചെയ്യണം. σx എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 40, 25, 60, 35, 81, 75, 90, 10 ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? σx = 416 എന്ന് കിട്ടും. σx = 416. ഇനി ഫോർമുല അപ്ലൈ ചെയ്യുക. x⁻ അല്ലേ? അരിത്തമെറ്റിക് മീനിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് x⁻ എന്നുള്ളത്. അത് എഴുതാൻ മറക്കരുത്. x⁻ = σx/n. 416 ഡിവൈഡഡ് ബൈ എത്ര? n എത്രയാ? n കൗണ്ട് ചെയ്യുക. നമ്പർ ഓഫ് ഐറ്റംസ് 1, 2, 3, 4, 5, 6, 7, 8 ഐറ്റാണുള്ളത്. അപ്പോൾ 416 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 52 എന്ന് കിട്ടി. അപ്പം മീൻ കിട്ടി 52. മീൻ മാത്രം പോരാ, 2 മീനാണ് വേണ്ടത്. അപ്പോൾ 2 × 52 104 എന്ന് കിട്ടി. അപ്പോൾ 2 മീൻ ഈസ് ഈക്വൽ ടു 104. ഇനി മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അത് നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇനി ആ ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 3 മീഡിയൻ എത്രയാണ്? 150 മൈനസ് 2 മീൻ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 104. സോ മോഡ് ഈസ് ഈക്വൽ ടു 46. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഇപ്പം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു.
വളരെ എളുപ്പമാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ 3 കോളാക്കി എഴുതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എഴുതാൻ വേണ്ടി വാല്യൂ എന്ന് പറയുന്ന ഒരു കോളം, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഓരോ വാല്യൂവും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടാലി ബാർ എന്ന് പറയുന്നൊരു കോളം പ്രൊവൈഡ് ചെയ്യും. ആ ടാലി ബാറിൻ്റെ ടോട്ടൽ എഴുതാൻ വേണ്ടി ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വാല്യൂ ഏതാണോ അതാണ് മോഡൽ വാല്യൂ ആക്കി എടുക്കുന്നത്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ. ഇനി ചില ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞു ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്യാതെ വരികയാണെങ്കിൽ, എല്ലാം ഓരോ തവണയേ വരുന്നുള്ളൂവെങ്കിൽ അത്തരം ക്വസ്റ്റ്യനെയാണ് നമ്മൾ പറയുക മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്ന് പറയുക. അപ്പം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 3 മീഡിയൻ മൈനസ് 2 മീൻ. ആദ്യം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേമാതിരി മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന 2 ആൻസറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മോഡൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇത് എക്സാമിന് വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസിൽ, അല്ലേ? ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കേസേ വരാറുള്ളൂ. കാരണം മറ്റത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നോക്കിയാൽ തന്നെ നമുക്ക് പറയാം മോഡൽ വാല്യൂ ഇന്നതാണെന്നുള്ളത്, അല്ലേ? അത് സാധാരണ ചോദിക്കാറില്ല. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസാണ് വരിക. അപ്പോൾ 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, അത് മറന്നു പോകരുത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ മോഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളത് എഴുതെടുക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.